നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമാണ് നടി നിത്യ മേനോൻ. മലയാളം, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ എല്ലാ ഭാഷകളിലും ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ് താരം. അഭിനയിച്ച ഭാഷകളിലെല്ലാം തന്റേതായ ഒരിടം കണ്ടെത്താനും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാനും നിത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള നിത്യയ്ക്ക് കന്നഡയിലും ഹിന്ദിയിലുമെല്ലാം ശ്രദ്ധേയ വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബാലതാരമായാണ് നിത്യ സിനിമയിലേക്ക് എത്തുന്നത്. മോഹൻലാൽ നായകനായ ആകാശഗോപുരം എന്ന സിനിമയിലാണ് ആദ്യമായി നായികയാകുന്നത്. പിന്നീട് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമെല്ലാം അവസരങ്ങൾ തേടിയെത്തുകയായിരുന്നു. ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് നിത്യ. എല്ലാ ഭാഷകളിൽ നിന്നും കൈനിറയ അവസരങ്ങൾ നിത്യയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ താരത്തിനായി. സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്ന നിത്യ ഇടയ്ക്കിടെ ഇടവേളകളും എടുക്കാറുണ്ട്. സിനിമ കഴിഞ്ഞാൽ ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന നടിയാണ് നിത്യ. തന്റെ സ്വകാര്യതയ്ക്ക് താരം വലിയ പ്രാധാന്യം നൽകുന്നു. അടുത്ത കാലത്ത് നിത്യയെക്കുറിച്ച് ഒന്നിലേറെ ഗോസിപ്പുകൾ വന്നു. നടി വിവാഹിതയാകുന്നു എന്നതായിരുന്നു ഇതിലൊന്ന്. ഇപ്പോഴത്തെ ഈ വാർത്തകളെല്ലാം നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയായിരുന്നു നിത്യ. തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് നിത്യ മേനോൻ മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ പ്രണയം തകർന്നപ്പോൾ താൻ ഏറെ വിഷമിച്ചിരുന്നു എന്ന് നിത്യ തുറന്നു പറഞ്ഞു. കൈരളി ടിവിയിലാണ് നടി മനസ്സ് തുറന്നത്. കോളേജ് കാലത്തെ പ്രണയം നിലനിന്നിരുന്നുവെങ്കിൽ താൻ സിനിമാ രംഗത്തേക്ക് എത്തിയേനെ എന്നും നിത്യ അന്ന് വ്യക്തമാക്കി. ആ പ്രണയം വർക്കൗട്ട് ആയിരുന്നുവെങ്കിലും ഞാൻ വിവാഹം ചെയ്യില്ലായിരുന്നു. പ്രണയവും വിവാഹവും രണ്ടാണ്. താൻ കാത്തിരുന്നേനെ. താൻ അന്ന് ചെറുപ്പമായിരുന്നുവെന്നും നിത്യ മേനോൻ അന്ന് വ്യക്തമാക്കി. മുൻ കാമുകനെ പിന്നീട് കണ്ടിട്ടില്ല. കോളേജ് കഴിഞ്ഞ് അവൻ ഡൽഹിയിലേക്ക് പോയി. രണ്ടുപേരും രണ്ട് വഴിക്കായി. പിന്നീട് അവൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കണ്ടാൽ താൻ നല്ല രീതിയിൽ സംസാരിക്കുമെന്നും നടി വ്യക്തമാക്കി. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നിത്യ ഭാവി പങ്കാളിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പ്രായം 30 കഴിഞ്ഞതിനാൽ 20കളിൽ തനിക്ക് പുരുഷനെ കുറിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഇപ്പോഴില്ലെന്ന് നിത്യ തുറന്നു പറഞ്ഞു. പങ്കാളി കരുണയുള്ളയാളും ഇന്റലിജന്റുമായിരിക്കണമെന്ന് മുൻപ് പറയുമായിരുന്നു. പക്ഷേ അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നെന്നും നിത്യ മേനോൻ വ്യക്തമാക്കി. മലയാളത്തിൽ മാസ്റ്റർ പീസ് എന്ന സീരീസിലാണ് നിത്യയെ പ്രേക്ഷകർ ഒടുവിൽ കണ്ടത്. തെലുങ്കിൽ കുമാരി ശ്രീമതി എന്ന സീരീസും പുറത്തിറങ്ങി. മലയാളത്തിൽ തുടക്കകാലത്ത് വലിയ സ്വീകാര്യത നിത്യയ്ക്ക് ലഭിച്ചെങ്കിലും പിന്നീട് നടി വിവാദങ്ങളിലേക്ക് അകപ്പെട്ടു. ഒരു ഘട്ടത്തിൽ നടിക്ക് മലയാള സിനിമയിൽ നിന്നും വിലക്കും നേരിട്ടിട്ടുണ്ട്. പിന്നീട് വിലക്ക് നീക്കുകയും നടി വീണ്ടും സജീവമാവുകയും ചെയ്തു. താൻ അഹങ്കാരിയാണെന്ന ആ സംസാരം സിനിമാ ലോകത്തുണ്ടായിട്ടുണ്ടെന്ന് നിത്യ മേനോൻ തുറന്നു പറയുകയുണ്ടായി. ഞാൻ എപ്പോഴും കമ്പാഷനേറ്റ് ആയ ആളായിരുന്നു. പക്ഷെ ദേഷ്യമുണ്ടായിരുന്നു. ആൾക്കാർ പെരുമാറുന്നതിലൊക്കെ ദേഷ്യം തോന്നി. അതോടെ നിത്യ ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന പേര് വന്നു. സ്പിരിച്വാലിറ്റിയാണ് തന്നെ സഹായിച്ചതെന്നും നിത്യ മേനോൻ വ്യക്തമാക്കി. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുമ്പോൾ സന്തോഷമുള്ള വ്യക്തികളെ ഞാൻ ആകർഷിക്കുന്ന ഇതെന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. ഇപ്പോൾ എന്റെ സിനിമാ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഒപ്പം പ്രവർത്തിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നെന്നും നിത്യ മേനോൻ വ്യക്തമാക്കി. നിത്യയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.